കൂട്ട് കൃഷി വീഡിയോ ആണ്. ഇതിനകത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ കൂൺ ഞങ്ങൾ എങ്ങനെ ഉൽപ്പാദിപ്പിച്ച് എന്നാണ് ഈ വീഡിയോ. എല്ലാവരും മാക്സിമം കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ആവശ്യമായ എന്തെങ്കിലും ഇതിനകത്തുണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാല്ലേ. ഹലോ ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് പോകുന്ന വരട്ടെ. ഞങ്ങൾ ആദ്യമായിട്ടാണ് കൂൺ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ചെയ്യാത്തവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാല്ലേ. ഇത് കൂൺ കൃഷിക്ക് ആവശ്യമായ പെല്ലറ്റും വിത്തുമാണ്. ആ ചെറിയ കവർ ഇരിക്കുന്നതാണ് കേട്ടോ വിത്ത്. 2 കിലോ പെല്ലറ്റും 300 ഗ്രാം വിത്തും ആട്ടെ ഞങ്ങൾ വാങ്ങിയത്. റബ്ബർ മരത്തിൽ അറക്കപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഈ പെല്ലറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. തിരുവമ്പാടി കൃഷിഭവനിൽ കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സിന് പോയപ്പോഴാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത്. ഒരു കവറിൽ 1 കിലോ പെല്ലറ്റാണ് ഉള്ളത്. 1 കിലോ പെല്ലറ്റിലേക്ക് 1.5 ലിറ്റർ നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. വെള്ളം കൂടിപ്പോകാനോ കുറഞ്ഞു പോകാനോ പാടില്ല. അതേ അളവ് വേണം. പെല്ലറ്റിന്റെ എല്ലാ ഭാഗം നനയുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. തിളച്ച വെള്ളം ഒഴിച്ചിട്ടും ഈ കവർ ഉരുക്കി പോകാത്തത് ഇത് PP കവർ ആയതുകൊണ്ടാണ്. കടയിൽ കിട്ടുന്ന സാധാരണ കവർ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് കൂൺ കൃഷി നടത്താം. നല്ല വൃത്തിയുള്ള പാത്രത്തിലേക്ക് പെല്ലറ്റ് ഇട്ടിട്ട് അതിനകത്ത് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് അതിനെ തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കവറിലേക്ക് മാറ്റാം. PP കവർ ആണെങ്കിൽ ഞങ്ങൾ ചെയ്ത പോലെ ചെയ്താൽ മതി. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ കെട്ടി വെക്കണം. അത് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചത് കൊണ്ട് പെല്ലറ്റ് നല്ല ചൂടായിരിക്കും. അതുകൊണ്ട് അപ്പം തന്നെ നമ്മൾ വിത്തിടാൻ പാടില്ല. വിത്ത് പെട്ടെന്ന് കേടായിപ്പോകും. പെല്ലറ്റ് തണുത്തതിന് ശേഷം മാത്രമേ വിത്തിടാൻ പാടുള്ളൂ. രണ്ടാമത്തെ കവറും ഞങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് കെട്ടിവെച്ചു. ഇത് തണുത്ത പെല്ലറ്റാണ്. ഇത് കുതിർന്നു കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഡബിൾ ആയി വന്നിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മൾ വിത്തിടേണ്ടത്. ഇത് കണ്ടോ അച്ഛമ്മ വിത്ത് ഇതൊന്നും തൊടാണ്ട് വിത്തൊന്ന് ഇളക്കി എടുക്കുവാണ്. അതുപോലെ തന്നെ ആ പെല്ലറ്റ് നമ്മളൊന്ന് ഇളക്കി ഒന്ന് പൊടി പോലെ ആക്കി വെച്ചിട്ടുണ്ട്. വിത്തിലോ പെല്ലറ്റിലോ കൈയിട്ട് ഇളക്കാൻ പാടില്ല. അച്ഛമ്മ ചെയ്യുന്ന പോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ 300 ഗ്രാം വിത്ത് ഞങ്ങൾ 2 കവറിലും പകുതി ആക്കിയാട്ടോ ഇട്ടത്. ഈ വിത്ത് കവറിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കണം. പക്ഷെ കായിട്ട് ഇളക്കാൻ പാടില്ല. ഇതുപോലെ ചെയ്താൽ മതി. റബ്ബർ ബാൻഡ് വെച്ച് ഞങ്ങൾ 2 കൊടും കെട്ടി വെച്ചു. നല്ല മുറുക്കിയാട്ടെ കെട്ടി വെക്കേണ്ടത്. ഇങ്ങനെ സെറ്റ് ചെയ്ത കവറിനെ ബെഡ് എന്നാണ് പറയുന്നത്. വായുസഞ്ചാരം വേണം, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ കവറിലേക്ക് വായു കടക്കില്ല. ഒരു പിന്ന് ഉപയോഗിച്ച് കവറിനെ ചുറ്റി ഞങ്ങൾ ചെറിയ തുളകൾ ഇട്ട് കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് ഇരുട്ട് റൂമിലാണ് വെക്കേണ്ടത്. ഞങ്ങൾക്ക് ഇരുട്ട് റൂം ഇല്ലാത്തതുകൊണ്ട് കട്ടിലിന്റെ അടിയിൽ കവർ ചെയ്തിട്ടാണ് ഞങ്ങൾ വെക്കുന്നത്. ഇതുകൊണ്ടോ ഈ പച്ച നിറത്ത് വരുന്നത് ഇതൊരു ഫംഗസ് ആണ്. ഇത് ബെഡിന് വന്നു കഴിഞ്ഞാൽ ബെഡ് വേഗം കേടായിപ്പോൾ. എല്ലാ ദിവസവും നിങ്ങൾ ബെഡ് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളടുത്തും ഇങ്ങനെ വരാം. ഞങ്ങൾ നേരത്തെ കണ്ടതുകൊണ്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് ഞങ്ങൾ ഉപയോഗിച്ചു. ഫംഗസ് ഉള്ള ഭാഗത്ത് സൈഡിൽ നിന്ന് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തു. 17 ദിവസം ആയപ്പോൾ ബഡ് നന്നായിട്ട് വെളുത്തിരിക്കുന്നുണ്ട്. നമുക്കിന്നൊരു ബ്ലേഡ് വെച്ചിട്ട് മുകളിൽ നിന്ന് താഴേക്ക് എല്ലാ ഭാഗത്തും വരഞ്ഞു കൊടുക്കാം. അതിൽ കൂടെ നമുക്ക് കൂണ് പുറത്തേക്ക് വരും. എന്നിട്ട് നമുക്ക് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. മഴക്കാലമായതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 നേരം ചെയ്തിരുന്നുള്ളൂ. വേനൽക്കാലാണെങ്കിൽ നമുക്ക് 3 നേരം ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വായു വെളിച്ചം കയറുന്ന ഒരു റൂമിൽ കെട്ടി തൂക്കിയിടുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. നമ്മൾ ബ്ലേഡ് വെച്ച് വരിഞ്ഞു കൊടുത്ത ഭാഗത്തൊക്കെ കൂണിൻ്റെ ഇതൊക്കെ വരാനായി ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. ഇതിന് കൂണിൻ്റെ ഷേപ്പിലേക്ക് മാറും. കൂണ് മുളച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് മാറ്റം വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കൂണ് നട്ട 24 ദിവസമായപ്പോഴാണ് ഞങ്ങൾ വിളവെടുത്തത്. കണ്ടോ ഇങ്ങനെ വലുതായി കണ്ടു കേട്ടോ. ഈ കൂണിന്റെ പേര് ചിപ്പിക്കൂൺ എന്നാണ്.
നമുക്ക് മഴക്കാലമായി കഴിഞ്ഞാൽ കൂൺ കഴിക്കാൻ പറ്റുള്ളൂ ഈ പറമ്പിനൊക്കെ. ഇപ്പം നമുക്ക് കൂണ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതായി കഴിഞ്ഞാൽ കഴിക്കാം. കൂണ് വളരെ വെള്ളം ആവശ്യമാണ്. പക്ഷെ വെള്ളം കൂടിപ്പോവാനോ കുറഞ്ഞു പോകാനോ പാടില്ല. ഇതിന് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ബെഡ് നശിച്ചു പോകും. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ വേനൽക്കാലത്ത് 3 നേരം വെള്ളം സ്പ്രേ ചെയ്യണം. ഞങ്ങളിവിടെ മഴക്കാലം ആയതുകൊണ്ടാണ് ഞങ്ങൾ 2 നേരം സ്പ്രേ ചെയ്യുന്നത്. ആദ്യത്തെ വിളവെടുപ്പ് അച്ഛനാട്ടോ നടത്തിയത്. എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടാട്ടോ അച്ഛൻ നടത്തത്. ഒരു സമയം വേണ്ട, കുറെ അധ്വാനം വേണ്ടാത്തൊരു കൃഷിയാണ് ഈ കൂൺ കൃഷി. എല്ലാവർക്കും എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്.